സൗജന്യമായാണ് പിതാവായ ദൈവം മനുഷ്യന് വേണ്ടി രക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഈ രക്ഷയെ നീ ഗണ്യമാക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നീ നിത്യനരകത്തിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവനെ പ്രാപിപ്പാൻ തക്കവണ്ണം ഇന്ന് ഈ മധ്യാഹ്നം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഒരുപക്ഷെ നാളെ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ അവസരം ലഭിച്ചില്ലെന്ന് വരാം. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കൊള്ളുക. അതാകുന്നു സുവിശേഷം. ഈ സുവിശേഷത്തിൽ ആര് വിശ്വസിക്കുമോ? യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. ഈ വചനത്തെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന എല്ലാവരും നിത്യനരകത്തിൽ പതിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു വീണ്ടും ജനനം പ്രാപിക്കുന്നവരെ പേരെ യേശു ഈ നിമിഷം തന്നെ ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ തക്കവണ്ണമിടയായിത്തീരും. വിശുദ്ധ വേദപുസ്തകം തർക്കം കൂടാതെ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൈകയിൽ തള്ളിക്കളയും. ഈ ജീവപുസ്തകം എവിടെ വെച്ചിരിക്കുന്നത്? ഇതേതെങ്കിലും പെന്തക്കോസ്ത് സഭയിലെ രജിസ്റ്റർ അല്ല, മറ്റേതെങ്കിലും സമുദായക്കാരുടെ പള്ളികളിൽ ഇരിക്കുന്ന രജിസ്റ്റർ അല്ല, ഏതെങ്കിലും സംഘടനകളുടെ രജിസ്റ്റർ അല്ല. അവിടെയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ റെക്കമെൻഡിൽ കൂടെ പേര് ന്യൂട്രലിൽ എഴുതി ചേർക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ജീവന്റെ പുസ്തകം വെച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്. അത് ദൈവമാണ് കൈകാര്യം ചെയ്യുന്നത്. ആ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് വരണമെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നീ ഒരു ദൈവവൈദ്യനായി തീരണം. ഞാനിവിടെ മുമ്പേ പ്രസ്താവിച്ച ദൈവത്തിന്റെ കൽപ്പനകൾ നീ പ്രമാണിക്കണം. വിശുദ്ധ ജീവിതം നയിക്കണം. നീ ആത്മമണവാളനായ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന യോഗ്യതയുള്ള മണവാട്ടിയായിരിക്കണം. മനുഷ്യരെ ഒരു മണവാളൻ യോഗ്യതയില്ലാത്ത നിലയിൽ മണവാട്ടി വിവാഹം ചെയ്യപ്പെട്ടതിന് ശേഷം ജീവിച്ചാൽ അവളെ വിവാഹം കഴിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ആത്മമണവാളനായ ക്രിസ്തു, പരിശുദ്ധനായ ദൈവം യോഗ്യതയില്ലാത്ത മണവാട്ടിയെ വിവാഹം ചെയ്യുവാനല്ല കടന്നു വരുന്നത്, യോഗ്യതയുള്ളവളെ ചേർക്കാനാ വരുന്നത്, ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കാനാ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചത്, കുഞ്ഞാടിന്റെ കല്യാണം വന്നു, തന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കാൻ ഒരുങ്ങുക, യേശുവിനായി ഹൃദയം കൊടുക്കുക, യേശുവിനെ സദൃശതാവായി സ്വീകരിപ്പ. നിങ്ങളുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട് ആ നിത്യതയിൽ കർത്താവിന്റെ വരുമെങ്കിൽ സഭയുടെ ഉൾപ്രാവണം നടക്കുമ്പോൾ ആ യേശുവിന്റെ പൊന്മുഖം കാണുന്ന കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും കാണുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ വചന കേൾവി നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ നഷ്ടമായി തീരുവാൻ അനുവദിക്കപ്പെടാതെ, അതല്ലെങ്കിൽ ഈ വചനം വെച്ച ദൈവം നിങ്ങളെ ന്യായം വിധിക്കുവാൻ ഇടവരാതെ നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുമോ? ഇന്ന് നിങ്ങൾ ഈ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് തികച്ചും സൗജന്യമായി ലഭിക്കുന്ന ഈ രക്ഷ അനുഭവമാക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ഇന്ന് നീർന്ന ഏതെങ്കിലും പ്രശ്നങ്ങളിലായിരിക്കുന്നുവെങ്കിൽ കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരെ ഭാരതീയ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ മുഖം മൃദുവും ലഘുവുമാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പുതിയ നിയമത്തിൽ വെച്ചിരിക്കുന്ന നിയമം കാഠിന്യമേറിയ ന്യായപ്രമാണം പോലെയുള്ള നിയമമല്ല. ന്യായപ്രമാണം കൊണ്ട് ഒരു മനുഷ്യന് രക്ഷ പ്രാപിപ്പാൻ കഴിയാതെ ഇരിക്കുമ്പോൾ പുതിയ നിയമം യേശു ക്രിസ്തു തന്റെ രക്തത്താൽ സ്ഥാപിച്ചു. അവിടെ പ്രധാനമായും സഭയ്ക്ക് നൽകിയിരിക്കുന്ന 7 അടിസ്ഥാന ഉപദേശങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഒന്നുകൂടെ ഓർപ്പിക്കാം. രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ മാനസാന്തരപ്പെടണം, പുതിയ സൃഷ്ടിയായി തീരണം, വീണ്ടും ജനനം പ്രാപിക്കണം. ഇതെല്ലാം ഒന്ന് തന്നെയാ. അങ്ങനെയുള്ളവർ വിശ്വസിച്ച് സ്നാനപ്പെടണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാനാലോ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഒരുവന് വേണ്ടി വേറൊരുവൻ വിശ്വസിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പൻ രക്ഷിക്കപ്പെട്ടുകൊണ്ട് അമ്മ സ്വർഗത്തിൽ പോകത്തില്ല, അമ്മ രക്ഷിക്കപ്പെട്ടുകൊണ്ട് മക്കൾ സ്വർഗത്തിൽ പോകത്തില്ല. രക്ഷ വ്യക്തിപരമാ. പ്രായപൂർത്തിയായതിനു ശേഷം നന്മയും തിന്മയും തിരിച്ചറിഞ്ഞതിന് ശേഷം വിശ്വസിച്ചിട്ട് വേണം രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ. അങ്ങനെയുള്ളവർ സ്നാനപ്പെട്ടവർ വേറെ പെടണം. പിന്നെ തോന്നിയവാസം നടക്കാൻ പാടില്ല. പുതിയ ജീവിതം നയിക്കണം. അങ്ങനെയുള്ളവരെ കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കും. 1-ാം നൂറ്റാണ്ടിൽ ആരംഭത്തിൽ 120 പേര് മർക്കോസിന്റെ മാളിക മുറിയിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, വേർപെടണം.
അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ കേൾക്കണം, അപ്പം നുറുക്കണം. 2 കർമ്മങ്ങളാ യേശുക്രിസ്തുവിൽ പറഞ്ഞിട്ട് പോയത്, 7 അടിസ്ഥാന ഉപദേശങ്ങളിൽ. ഒന്ന് സ്നാനപ്പെടുക വിശ്വസിച്ച്, മറ്റൊന്ന് കർത്താവ് കാണിച്ചെന്ന മേശ അനുഷ്ഠിക്കണം. അത് കർത്താവ് യേശുക്രിസ്തു കാൽവരിയിൽ തകർക്കപ്പെട്ട തന്റെ ശരീരത്തിന്റെയും തന്റെ അവസാന തള്ളി രക്തം വരെ ഊറ്റി തന്ന ആ രക്തത്തിന്റെയും ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യണം. അപ്പോസ്തലന്മാർ ഉപദേശങ്ങൾ കേൾക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഈ 7 അടിസ്ഥാന ഉപദേശങ്ങൾ പാലിച്ച് കാത്തിരിക്കുന്ന കാന്തയെ ചേർപ്പാനാണ് യേശു എന്ന മണവാളൻ വരുന്നത്. കർത്താവ് വരാറായി, കൃപയുടെ വാതിൽ അടയാറായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ കൃപായുഗത്തിൽ, ഈ സുപ്രസാദ കാലത്തിൽ, ഈ സമയത്ത് തന്നെ നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ തയ്യാറായാൽ നിങ്ങളുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ തക്ക നമ്മുടെ ആയിത്തീരും. അങ്ങനെ യേശുക്രിസ്തുവിന്റെ രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം, ആത്മാവിന്റെ രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ഇന്ന് വചനം കേട്ട എല്ലാവരെയും നിങ്ങൾ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വചനസൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ചൊവ്വാഴ്ചയും ഈ ഭവനത്തിൽ വെച്ച് ആത്മീയ കൂട്ടായ്മ നടക്കുന്നു, ദൈവവചനം പഠനം നടക്കുന്നു.